ശുചിത്വ കേരളം, സുന്ദര കേരളം, ഗ്രീൻ കേരള എക്സ്പ്രസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ശുചിത്വ മിഷൻ. എന്റെ കേരളം മാലിന്യമുക്തം. നമസ്കാരം. ഗ്രീൻ കേരള എക്സ്പ്രസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്നൊരു ചൊല്ലുണ്ട്. ഇതിൽ നഗരങ്ങൾ വില്ലന്മാരാണെന്ന ധ്വനി കൂടിയുണ്ട്. എന്നാൽ ഗ്രീൻ കേരള എക്സ്പ്രസിലെത്തുന്ന നഗരങ്ങൾക്ക് പറയാനുള്ളത് മറ്റൊരു കഥയാണ്. നഗരക്കാഴ്ചകളുടെ മറ്റൊരു അധ്യായം കൂടി ഇവിടെ ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ജഡ്ജസിനെ പരിചയപ്പെടാം. ഡോക്ടർ RVG മേനോൻ, ഡോക്ടർ വിനീത മേനോൻ, ശ്രീമതി നിർമ്മല സാനു ജോർജ്, ശ്രീ R ഹേലി, കൂടാതെ പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകനായ ശ്രീ E കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ. കാണം വിറ്റും ഓണം ഉണ്ണണം, ഓണം വന്നാലും ഉണ്ണി പിറന്നാലും കോരന് കുമ്പിളിൽ തന്നെ കഞ്ഞി. ഓണവുമായി ബന്ധപ്പെട്ട് ഇതുപോലെ നിരവധി പഴഞ്ചൊല്ലുകളും പാട്ടുകളും കഥകളും ഒക്കെയുണ്ട്. നമുക്ക് സ്വാഗതം ചെയ്യാം ഓണത്തിന്റെ മിത്തുകളുടെയും ആചാരങ്ങളുടെയും ഒക്കെ ഉറവിടമായ തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയെ ഈ വേദിയിലേക്ക്. തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയുടെ പ്രതിനിധികളെ പരിചയപ്പെടാം. ചെയർപേഴ്സൺ ശ്രീമതി രഞ്ജിനി സുരേഷ്, വൈസ് ചെയർമാൻ ശ്രീ BS നന്ദനൻ, ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ KG സത്യവ്രതൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി PK ബിന്ദു, കൂടാതെ സെക്രട്ടറി ശ്രീ TA സറഫുദ്ദീൻ. നേരത്തെ സൂചിപ്പിച്ച പോലെ ഓണവുമായി ഒട്ടേറെ ബന്ധമുണ്ട് തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിക്ക്. മറ്റെന്തെല്ലാം പ്രത്യേകതയാണ് തൃപ്പൂണിത്തുറയ്ക്കുള്ളത്? തൃപ്പൂണിത്തുറ നഗരസഭയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഓണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഏറ്റവും മഹത്തായ ഒരു കാര്യമാണ് തൃപ്പൂണിത്തുറയിലുള്ളത്. കാരണം ഓണം തുടങ്ങുന്നത് ഏതാണ്ട് തൃപ്പൂണിത്തുറയിൽ നിന്നാണെന്ന് പറയാൻ സാധിക്കും. കാരണം അത്താഘോഷം ഏതാണ്ട് രാജവംശകാലത്ത് തുടങ്ങിയിരുന്ന അത്താഘോഷം കഴിഞ്ഞ 50 വർഷമായി ജനകീയ കമ്മിറ്റി ഏറ്റെടുത്ത് നടത്തുകയും 30 വർഷമായി നഗരസഭ സ്വന്തമായി ഏറ്റെടുത്ത് നടത്തുകയും ചെയ്തു വരികയാണ്. അപ്പോൾ ലോകത്തെമ്പാടുമുള്ള ആളുകൾക്ക് ഓണം വന്നു എന്ന് പറയാൻ തന്നെ സാധിക്കുന്നത് തൃപ്പൂണിത്തുറയുടെ ഈ അത്താഘോഷം കൊണ്ടാണ്. തൃപ്പൂണിത്തുറ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട സുസ്ഥിര വികസന പദ്ധതികൾ എന്തൊക്കെയാണ്? ഈ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ജനകീയാസൂത്രണത്തിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമായി നമുക്ക് കാണിക്കാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ നഗരസഭ നേടിയിട്ടുള്ള അനവധി ആസ്തികളാണ്. അതായത് ഒരു കടബാധ്യതയും ഇല്ലാതെ ഏതാണ്ട് 50 കോടിയിലധികം ആസ്തിയുള്ളൊരു നഗരസഭ എന്ന് പറയാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് നഗരസഭയുടെ നീക്കിയിരുപ്പ്, സാമ്പത്തിക നീക്കിയിരുപ്പാണെങ്കിലും 2001 നിന്ന് നോക്കുമ്പോഴേക്കും ഏതാണ്ട് 5 കോടി 17 ലക്ഷത്തിൻ്റെ ഒരു നീക്കിയിരുപ്പ് നഗരസഭയ്ക്കുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും നഗരസഭയ്ക്ക് ചെയ്തു തീർക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പാർപ്പിട നഗരമായി മാറിക്കൊണ്ടിരിക്കുന്ന കൊച്ചിയുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഉപനഗരമായിട്ടുള്ള നഗരസഭയ്ക്ക് ഏറ്റവും ഊന്നൽ നൽകി പറയാൻ സാധിക്കുന്ന ഒരു കാര്യം, പല പദ്ധതികളും ഒരുമിപ്പിച്ചുകൊണ്ട് EMS ഭവന നിർമ്മാണ പദ്ധതിയും അതുപോലെ BSUP എല്ലാം ഒരുമിച്ചുകൊണ്ട് ഇനി ഞങ്ങൾക്ക് നഗരസഭയിൽ ആകെ വീടുകൾ നൽകാനുള്ളത് 1000 പേർക്ക് മാത്രമാണ്. അത് ഏതാണ്ട് ഈ 2 വർഷത്തെ പദ്ധതി പൂർത്തിയാകുമ്പോഴേക്കും അത് തീർത്തു കൊടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ വിധവകളുടെ സർവേ പൂർത്തിയാക്കിയ ആദ്യത്തെ നഗരസഭയാണ് തൃപ്പൂണിത്തുറ എന്ന് അവകാശപ്പെടാൻ സാധിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഏതാണ്ട് 3000-ഓളം വരുന്ന വിധവകളുടെ പുനരധിവാസത്തിനും എല്ലാവർക്കും ആവശ്യമില്ല, ആവശ്യക്കാർക്ക് ഉള്ള പുനരധിവാസത്തിനുമുള്ള മറ്റ് അത്തരത്തിലുള്ള പദ്ധതികളുമായി നമ്മൾ മുൻപോട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ നഗരസഭയുടെ പ്രത്യേകിച്ചുള്ള ഭൂമി ഉള്ള നഗരസഭ എന്നുള്ളത് കൊണ്ട് തന്നെ ഭൂരഹിതർക്ക് വീട് നൽകാൻ സാധിക്കുന്നു എന്നുള്ള അത്തരത്തിലുള്ള അനവധി സാമൂഹ്യക്ഷേമ പദ്ധതികളുമായാണ് നഗരസഭ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തൃപ്പൂണിത്തുറയുടെ വികസനത്തെക്കുറിച്ച് കൂടുതൽ അറിയണ്ടേ? വികസന കാഴ്ചകൾ കണ്ട് മടങ്ങിയെത്താം. കേരളത്തിലെ പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇന്ന് സാമ്പത്തിക പരാധീനതകൾ അനുഭവിക്കുകയാണ്. എന്നാൽ തൃപ്പൂണിത്തുറ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം മികച്ച ധനകാര്യ മാനേജ്മെന്റും ഭരണരംഗത്തെ കാര്യക്ഷമതയും ഉറപ്പുവരുത്തി തനത് വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും
സർവ്വമേഖലകളിലും സുസ്ഥിര വികസനം കൈവരിക്കുവാനും കഴിയുന്നു. 2008-2009 സാമ്പത്തിക വർഷത്തിൽ ഈ നഗരസഭയുടെ തനതു ഫണ്ട് ഇനത്തിലുള്ള വരുമാനം 4,70,81,480 രൂപയാണ്. നികുതി ഇനത്തിൽ മാത്രം 2,46,87,036 രൂപ പിരിച്ചെടുക്കുവാൻ നഗരസഭയ്ക്ക് കഴിഞ്ഞു. നഗരത്തിലെ വൈദ്യുതിയുടെ ദുരുപയോഗം കുറയ്ക്കുന്നതിന് സ്ട്രീറ്റ് ലൈറ്റിന് മീറ്റർ ഘടിപ്പിച്ചതിനാൽ വൈദ്യുതി നിരക്ക് 1/3 ചുരുക്കുവാൻ നഗരസഭയ്ക്ക് കഴിയുന്നു. കാവും കുളവും സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി നീർത്തട സംരക്ഷണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്തരം 10ഓളം കുളങ്ങളാണ് നഗരസഭ സംരക്ഷിച്ചു പോരുന്നത്. തൃപ്പൂണിത്തുറയിലെ തെക്കും ഭാഗം വലിയകാടാണിത്. 1 ഏക്കറോളം വരുന്ന കണ്ടൽ വനങ്ങൾ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായി സംരക്ഷിച്ചു പോരുന്നു. നഗരസഭ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിന് കാർഷിക മേഖലയുടെ വികസന പ്രവർത്തനങ്ങൾക്കും പ്രാധാന്യം നൽകുന്നു. കൃഷിസ്ഥലങ്ങളൊക്കെ റിയൽ എസ്റ്റേറ്റുകാർ കയ്യേറുന്ന ഈ സമയത്ത് തൃപ്പൂണിത്തുറ നഗരസഭ കൃഷിക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നു. ഇവിടുത്തെ കാർഷിക പ്രവർത്തനങ്ങളെക്കുറിച്ച് നമുക്ക് ഇവിടുത്തെ കൃഷി അസിസ്റ്റന്റായ ലാലി മാമിനോട് ചോദിക്കാം. മാം, എങ്ങനെയാണ് ഇവിടുത്തെ കൃഷി പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്? തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയുടെ 2009-2010 പദ്ധതി പ്രകാരം തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയുടെ ഫണ്ട് ഉപയോഗിച്ച് തൃപ്പൂണിത്തുറ കൃഷിഭവൻ വഴി നടപ്പാക്കി തെങ്ങിന് കുമ്മായം, ജൈവവളം, എലിക്കടി, സ്പ്രേയർ, 1 HP പമ്പ് സെറ്റ്, 1 HP പമ്പ് സെറ്റ്, നടിയിൽ വസ്തുക്കൾ, പച്ചക്കറി വിത്തും വളവും, ഓർക്കിഡ് ആന്തൂർ എന്നിവ വിവിധ കർഷകർക്ക് നൽകി. ഏകദേശം 1000-ലധികം കർഷകർ ഇതിൻ്റെ പ്രയോജനം ഇപ്പോൾ തന്നെ പറ്റിയിട്ടുണ്ട്. ഇനി അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇത് കൂടാതെ കൂൺ കൃഷി, പുഷ്പകൃഷി എന്നിവ നടപ്പായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ജൈവവളം ആണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അതിനുവേണ്ടി മണ്ണിര കമ്പോസ്റ്റ് ടാങ്കും ബയോഗ്യാസ് എന്നിവ നടപ്പായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നത് ഏത് കൃഷിക്കാണ്? തെങ്ങ് കൃഷിയും പച്ചക്കറി കൃഷിയാണ്. അതിനുവേണ്ടി എന്തൊക്കെ സഹായങ്ങളാണ്? തെങ്ങിന് വളവും കുമ്മായം കൊടുക്കും. പിന്നെ അതിൻ്റെ സബ്സിഡി റേറ്റിൽ അവർക്ക് ഒരു ഹെക്ടറിന് ഇത്ര ചെയ്യുന്നവർക്ക് അതിനുള്ള ആനുകൂല്യം കൊടുക്കും. എങ്ങനെ ഈ കൃഷിയൊക്കെ ലാഭകരമായിട്ടാണ്? ലാഭകരമാണെന്നാണ് പറയുന്നത്. നമ്മുടെ തൃപ്പൂണിത്തുറയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആൾക്കാർ തന്നെ അതിൽ എൻഗേജ്ഡ് ആണ്. അവർക്ക് ഇതിൽ മെയിനായിട്ട് താല്പര്യമുണ്ട്. നമ്മുടെ സ്വന്തം മക്കൾക്ക് മായമില്ലാത്ത, പിന്നെ വിഷാംശം ഇല്ലാത്ത ഭക്ഷണം കൊടുക്കണമെന്നുള്ള ചിന്തയോടുകൂടിയാണ് ആൾക്കാർ ഓരോരുത്തരും ഇത് ഇറങ്ങിയിട്ടുള്ളത്. കൂടുതലായി നഗരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ കാർഷിക പ്രവർത്തനങ്ങൾ ഏത് രീതിയിൽ പുരോഗമിക്കണം എന്നാണ്? ഇപ്പോൾ അത് ഓരോ സ്ഥലത്തും സെന്റ് കുറഞ്ഞുകൊണ്ടിരിക്കുക. അതിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ടെറസ് പച്ചക്കറി. ഇപ്പം 140 ടെറസ് പച്ചക്കറി കൃഷി ഞങ്ങളുടെ കൃഷിഭവന്റെ കീഴിൽ ആൾക്കാർ ചെയ്തു കഴിഞ്ഞു. ജൈവവളം ഉപയോഗിച്ചിട്ട്? ജൈവവളമാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ ജൈവ കീടനാശിനി ഉപയോഗിക്കുന്നുണ്ട്. നഗരത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിലായി നഗരസഭയുടെ നേതൃത്വത്തിൽ കൂൺ കൃഷി, ചീരകൃഷി, മത്സ്യം വളർത്തൽ എന്നിവ നടത്തിവരുന്നു. സംസ്ഥാനത്തെ മികച്ച ചെമ്മീൻ കർഷകനുള്ള അവാർഡ് ലഭിച്ച സോമൻ ഈ നഗരസഭയ്ക്ക് ഒരു മുതൽക്കൂട്ടാണ്. ഇവിടെ പാരമ്പര്യ രീതിയിലുള്ള ഒരു ക്രമറ്റോറിയവും പ്രവർത്തിക്കുന്നു. നഗരസഭയിൽ നിന്നും പുറന്തള്ളുന്ന ഖരമാലിന്യത്തിന്റെ അളവ് ശരാശരി 13 ടണ്ണിലധികമാണ്. നഗരസഭയിലെ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായി ഈ മാർക്കറ്റിലെ മാലിന്യങ്ങൾ ഉപയോഗിച്ച് ബയോഗ്യാസ് നിർമ്മിക്കപ്പെടുന്നു. ഈ ബയോഗ്യാസ് ഉപയോഗിച്ച് തന്നെയാണ് ഇവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റുകൾ പ്രവർത്തിക്കുന്നത്. വികസനത്തിന്റെ തായ്വേര് സാമ്പത്തിക മേഖലയിലാണെന്ന് തിരിച്ചറിഞ്ഞ ഈ നഗരസഭ സർവ്വമേഖലകളിലും സുസ്ഥിര വികസനത്തിന്റെ പുതിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുകയാണ് ഇവിടെ. പല അനുകൂല ഘടകങ്ങളുമുള്ള ഒരു മുനിസിപ്പാലിറ്റിയാണ് തൃപ്പൂണിത്തുറ. കൊച്ചി നഗരവുമായിട്ടുള്ള സാമീപ്യം, കൊച്ചി നഗരത്തിൻ്റെ വികസനത്തിൽ നിന്ന് വീണ് കിട്ടുന്ന പല അവസരങ്ങളും, അതിൻ്റെ ഫലമായിട്ടാണ് അവിടെ വലിയ പാർപ്പിട സമുച്ചയങ്ങൾ, അതിൽ നിന്ന് കിട്ടുന്ന കെട്ടിട നികുതി, ഇങ്ങനെ കിട്ടുന്ന അവസരങ്ങൾ ശരിക്ക് ഉപയോഗിക്കാൻ തൃപ്പൂണിത്തുറ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് നിങ്ങളുടെ അവതരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. തൃപ്പൂണിത്തുറ നഗരത്തിൽ താമസിക്കുന്നവരുടെ ഒരു പ്രൊഫൈൽ എന്താണ്? അവർ ഏത് തരത്തിൽപ്പെട്ട ആളുകളാണ്? അവരുടെ സാമ്പത്തിക അവസ്ഥ, അതിനെപ്പറ്റി പറയാം. തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. കാരണം ഒരുപാട് പഴയ കൊട്ടാരക്കെട്ടുകളുള്ള ഒരു നഗരസഭയാണ്.